ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ 6th ഫേസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഫ്യൂ ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. അതുപോലെ തന്നെ എറിത്രോസൈറ്റ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. തെറ്റാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അത് ശരിയാണ്. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1ഉം 3ഉം ആണ് ശരി അല്ലേ? അപ്പോൾ സി ആണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ക്രിക്കറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ചുള്ള സംസ്ഥാനം ഏതാ? മണിപ്പൂരാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച എന്നാണ്? 2019 ജൂലൈ 22 കേട്ടോ. അടുത്ത ചോദ്യം. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തക ആരാണ്? ആൻസർ KV റബിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാ? രണ്ടാമത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. പട്ടം താണുപിള്ളയാണ്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. 67ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമേതാ? മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 11ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാ? 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ്രാസ് ആണ്. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ആൻസർ ലഡാക്ക് ആണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ നേപ്പാളാണ്. 15ാമത്തെ ചോദ്യം. ദേശീയ ജലപാത NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽദിയാണ്. കോഡ് വെച്ച് ചെയ്തതാണ്. 16ാമത്തെ ചോദ്യം. വിശേഷരായ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻസർ കർണാടകയാണ്. ഏതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നെയ്യൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇഗ്നൈറ്റ് ആവും. ലിഗ്നൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ കോഡ് വെച്ച് കണക്ട് ചെയ്തതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ജാരിയയിലാണ് അല്ലെ? ജാരിയയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത എവിടെയാണ്? ആൻസർ ദിഗ്ബോയ് ആണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് ആദ്യത്തെ ഭാഗം 3ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത് തെറ്റാണ്. 3ാമത്തെ ന്യായവാദാർഹമായത് അത് ശരിയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി അതും ശരിയാണ്. നമ്മുടെ ആൻസർ B ആണ്. 1ഉം 3ഉം 4ഉം ആണ് ശരി കേട്ടോ. 22ാമത്തെ ചോദ്യം നോക്കാം. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള വേതനം നൽകുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിനകത്ത് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻസർ 3ഉം 4ഉം ആണ് ഉൾപ്പെടാത്തവ. അതായത് ഓപ്ഷൻ D ആണ് വരുന്നത്. അടുത്ത ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം. തെറ്റാണ്. സവർണ രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റാണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ C ആണ് കേട്ടോ. അടുത്ത ചോദ്യം. 24ാമത്തെ ചോദ്യം നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. 76ാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. ഓക്കെ, അപ്പോൾ ഇതിലേതാ തെറ്റ്? ഇതല്ലേ? 76ാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ മൗലിക ആവശ്യങ്ങളിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് C ആണ് കേട്ടോ. 1 മാത്രമാണ് ഇതിനകത്ത് തെറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓക്കെ, 25ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻസ് വായിക്കാം. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ് ശരി കേട്ടോ. 1ഉം 3ഉം ആണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം. കറക്റ്റാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അത് ശരിയാണ്.
നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 2400 ആണ്. തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1, 2, 4 ആണ് ശരി. അടുത്ത ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ആൻസർ വരുന്നത് ഡി ആണ്. അതായത് 3ഉം 4ഉം ആണ് ശരിയല്ലാത്തത് കേട്ടോ. ഇത് 2ഉം ആണ് ശരിയല്ലാത്തത്. 28ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ആൻസർ എ ആണ്. സുഷമ സിംഗും ദീപക് സന്ധുവാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശരിയായ ജോഡി ഏത്? MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ശരിയാണ്. സ്വത്തവകാശം നിയമപരമായിട്ടുള്ള അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ അതും ശരിയാണ്. അതായത് എല്ലാം ശരിയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചെന്ന 26 ജാനുവരി 1950 ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളതാണ്? ആൻസർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് കേട്ടോ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സാരേ ജഹാംസെ അച്ച രചിച്ചതാരാണ്? ആൻസർ മുഹമ്മദ് ഇക്ബാലാണ്. 34ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധമില്ലാത്ത ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആൻസർ വരുന്നത് 1ഉം 4ഉം ആണ് ശരി കേട്ടോ. 1ഉം 4ഉം ആണ് ശരി. അടുത്ത ചോദ്യം 35ാമത്തെ, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആൻസർ നിസ്സഹകരണ പ്രസ്ഥാനമാണ് കേട്ടോ. 36ാമത്തെ ചോദ്യം, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹമാണ്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ആനി ബെസന്റും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. 1ഉം 2ഉം ആണ് ശരി. 39ാമത്തെ ചോദ്യം, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? ആൻസർ 1948 ജാനുവരി 30 കേട്ടോ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുള്ള സ്ഥലം ഏതാണ്? ആൻസർ പയ്യന്നൂരാണ്. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. ആരാണ്? EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്ത ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ് കേട്ടോ. 1ഉം 3ഉം, അതായത് ഓപ്ഷൻ സി ആണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. അടുത്ത ചോദ്യം, സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. അതായത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വയലാർ സമരം നടന്ന വർഷം ഏതാ? 1946 ആണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിക്ഷേപിച്ച സംഭവം ഏതായിരുന്നു? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാ? VT ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ വരുന്നത് ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? ആൻസർ എത്രയാണ് വരുന്നത്? 580 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. 580 കിലോമീറ്റേഴ്സ് ആണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായിട്ടുള്ള ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് 2ഉം 3ഉം ആണ് കേട്ടോ. അതായത് പാമ്പാറും അതുപോലെ തന്നെ ഭവാനിയാണ്. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 മാർച്ച് 12 ആണ്. കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ പേരമ്പാടി ചുരം. ഏതാണ്? പേരമ്പാടി ചുരം. 57ാമത്തെ ചോദ്യം, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഭാരതപ്പുഴ. യൗവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? കുരുമുളകാണ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാ? സംക്ഷേപ വേദാർത്ഥമാണ് കേട്ടോ. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഹോക്കിയാണ്. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 24 ആണ് അല്ലേ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സെലസ്കോപ്പ്. ആദ്യമായിട്ട് നിർമ്മിച്ചാര? റെനെ ലെനാക്കാണ്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക്
പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആശ്വാസ കിരണം. അവർക്കൊരു ആശ്വാസമായി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടായിട്ടുള്ള രോഗം ഏതാണ്? സ്കർവിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാ? കോളറയാണ് കേട്ടോ, കോളറ. അടുത്ത ചോദ്യം, ആഗോള താപനത്തിന് കാരണമല്ലാത്തൊരു വാതകമാണ് നൈട്രജൻ. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരയിനമാണ്? ഏതാണ്? വെണ്ട. നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കറിയിൽ നല്ല സ്പൈസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായിട്ട് തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ ആണ് കേട്ടോ. സൈലന്റ് വാലിയെ ഒരു ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഇന്ദിരാഗാന്ധിയാണ്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിന്റെ ആണ് അല്ലേ? താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ബിത്യോണൽ ആന്റിസെപ്റ്റിക് ആണ്, അത് ശരിയാണ്. സെക്വനാൽ ആന്റിസെപ്റ്റിക് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. ഫിനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്, അത് കറക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1ഉം 3ഉം ശരിയായിട്ടുള്ള ആൻസർ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓർബിറ്റ് ആണ് കേട്ടോ, ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n² ആണ്. ഓർബിറ്റൽ ആവുമ്പോഴാണ് 2 ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ആധുനിക ആവർത്തന പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്, അത് ശരിയാണ്. അപ്പോൾ തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെന്റലിഫ്, അത് തെറ്റാണല്ലോ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു, അത് ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 2ഉം 4ഉം ആണ്. അപ്പോൾ ആൻസർ ബി ആണ് കേട്ടോ. 75ാമത്തെ ചോദ്യം, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ സയൻസിന് നമുക്ക് ക്വസ്റ്റ്യൻസ് പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ആൻസർ -3 ആണ്. ബലത്തിന്റെ യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ് കേട്ടോ, സൂര്യൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണമാണ്, റേഡിയേഷൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ചലനത്തിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ഓസിലേഷൻ അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്, ഇതാണ് ദോലനം അല്ലാത്തത് കേട്ടോ. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ് ഷീറ്റ് ആണ്. രണ്ടാമത്തെ ഏതാ? കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. രണ്ടാമത്തെ കോൺവെക്സ് ലെൻസ് ആണ്. മൂന്നാമത്തെ കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 80 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് മാത്സിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.